2008 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ തമിഴ് സിനിമയിൽ ഉയർന്നു വന്നിരുന്ന ഒരു പേരായിരുന്നു സൂര്യ എന്നുള്ളത്. ആ കാലത്ത് ഒരുപക്ഷെ അജിത് കുമാറിനേക്കാളും വിജയേക്കാളും സ്റ്റാർ വാല്യൂ കൂടുതൽ എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ വലിയ സ്റ്റാർ ആയിരുന്നു സൂര്യ. 2009 ഇറങ്ങിയ അയൺ എന്ന് പറയുന്ന സിനിമ ആ കൊല്ലം ഇറങ്ങിയ തമിഴ് സിനിമകളിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മാറിയിരുന്നു. സൂര്യയുടെ ഈ ഒരു പീക്ക് ലെവൽ 2011 ഇറങ്ങിയ ഏഴാം അറിവ് വരെയായിരുന്നു സത്യത്തിൽ. അതിനുശേഷം വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ സിനിമയായിരുന്നു അഞ്ചാൻ അങ്ങനെ അത്ര മോശം സിനിമയായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ലെങ്കിലും ആ പടം വലിയ ഹിറ്റ് ആവാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അഞ്ചാൻ എന്ന സിനിമയ്ക്ക് ശേഷം സിംഗം 2 മാത്രമാണ് സൂര്യക്ക് തിയേറ്ററിൽ വലിയ വിജയം നേടിക്കൊടുത്ത ഒരു സിനിമ എന്ന് പറയാനുള്ളൂ. സൂര്യയുടെ ആദ്യ 100 കോടി ചിത്രമായി മാറുകയും സിംഗം 2 ചെയ്തു. അദ്ദേഹത്തിന്റെ സുർറൈ പോട്ടർ, ജയ് ഭീം എന്നീ സിനിമകളെല്ലാം നല്ല സിനിമകൾ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന് അഭിനയത്തിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന സിനിമകൾ തന്നെയാണ്. അതായത് അതിനൊരു മാറ്റവും വന്നിട്ടില്ല, അതിനൊരു കുറവും വന്നിട്ടില്ല, അഭിനയത്തിനൊരു കുറവും വന്നിട്ടില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ സിനിമകൾ തന്നെയാണ്. എന്നാൽ സിനിമ പ്രേക്ഷകർക്ക് അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ഉള്ള ആക്ഷൻ സിനിമകളും വലിയൊരു ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്. അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സൂര്യക്ക് ഒരു സിനിമ ഏഴാം വരവിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്നത് സംശയമാണ്. 2011 ശേഷം സൂര്യയുടെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റിൽ പറയുക. തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2022 ഇറങ്ങിയ വിക്രം എന്ന സിനിമയിലെ റോളക്സ് എന്ന കഥാപാത്രം സൂര്യക്ക് വീണ്ടും വലിയൊരു മാർക്കറ്റ് സിനിമാ ലോകത്ത് തുറന്നു കൊടുത്തു. അതുകൊണ്ട് സൂര്യയുടെ ഇനി ഇറങ്ങാനിരിക്കുന്ന എല്ലാ സിനിമകളും വളരെ പ്രതീക്ഷയുള്ള സിനിമകളാണ്. സൂര്യയുടെ ഒരു നല്ല തിരിച്ചുവരവിനായി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായി അടുത്തതായി ഇറങ്ങാൻ പോകുന്ന സിനിമ കങ്കു എന്ന സിനിമയാണ്. ആ സിനിമ വലിയൊരു ഹൈപ്പിലാണ് നിൽക്കുന്നത്. തമിഴ് സിനിമയുടെ സകലകാല റെക്കോർഡുകളും തകർക്കുമെന്നാണ് ഈ സിനിമയുടെ പ്രതീക്ഷകൾ നിലനിൽക്കുന്നത്. സൂര്യയെ പ്രഭാസിന്റെ പോലെ ഒരു വലിയ താരമാക്കാൻ ഈ സിനിമ ഒരുപക്ഷെ സഹായിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. സൂര്യയുടെ 2015 അഭിനയിച്ച സിനിമയാണ് മാസ് എന്ന സിനിമ. ആ ഒരു സമയത്ത് വലിയ പ്രതീക്ഷയിൽ ഇറങ്ങിയ സിനിമ തന്നെയായിരുന്നു അത്. വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിൽ വന്ന സിനിമ മങ്കാത്ത എടുത്ത സംവിധായകൻ ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു മാസിൽ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത്. ആ സിനിമ വലിയ വിജയം നേടാൻ സാധിച്ച സിനിമയായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ സിനിമ വിജയിക്കാതിരിക്കാൻ കാരണം പറയുകയാണ് വെങ്കട് പ്രഭു. ഒരു സിമ്പിൾ പടമാണ് സൂര്യയെ വെച്ച് വെങ്കട് പ്രഭു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ മങ്കാത്തയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലൊരു സിനിമ വേണമെന്ന് സൂര്യയുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങളാണ് സിനിമയുടെ പരാജയത്തിന് കാരണമായത് എന്നാണ് വെങ്കട് പ്രഭു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. എന്തായാലും വെങ്കട് പ്രഭുവിന്റെ അടുത്ത സിനിമ ഗോട്ടാണ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ഓൾ ടൈം. നമുക്കെല്ലാവർക്കും അറിയാം ആ സിനിമയിലെ നായകൻ വിജയാണ്, ദളപതി വിജയാണ്. ഈ ഒരു സിനിമ വലിയൊരു സംവിധായകനും അതുപോലെ തന്നെ ദളപതി വിജയും ആയതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയുള്ള സിനിമയായിട്ടാണ് പ്രേക്ഷകർ കരുതുന്നത്. സിനിമയുടെ പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ ട്രോളും കിട്ടിയ ഭാഗങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ട്രെയിലർ വന്നപ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് സിനിമയ്ക്ക് പ്രേക്ഷകർക്കുള്ളത്. സിനിമ വിജയ് 3 റോളിലെത്തുമോ 2 റോളിലെത്തുമോ എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുപോലെ ആ ഒരു സിനിമയിൽ മോഹൻലാൽ ഉണ്ട്, ലാലേട്ടൻ ഉണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള മാസങ്ങളിൽ തമിഴ് സിനിമയിൽ വലിയ സിനിമകളാണ് ഇറങ്ങാനിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിൽ കങ്കുവ തമിഴ് സിനിമയുടെ ജാതകം തന്നെ മാറ്റിമറിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഗോട്ടും വലിയ മാറ്റങ്ങൾ തമിഴ് സിനിമയിൽ, വലിയ ഹിറ്റുകൾ 2024 പറയത്തക്ക വലിയ ഹിറ്റുകളൊന്നുമില്ല. അപ്പൊ ഈ സിനിമകളൊക്കെ, അതുപോലെ തന്നെ രജനികാന്തിന്റെ വേട്ടയ്യ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ ഒരു കൊല്ലം ഇനി ഇറങ്ങാനിരിക്കുന്നുണ്ട്. അത് എന്തായാലും വലിയ മാറ്റം തമിഴ് സിനിമയിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സൂര്യക്ക് പ്രഭാസിന്റെ പോലെയൊക്കെ വലിയൊരു താരത്തിളക്കം ഉണ്ടാകുമെന്നും പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ കങ്കുവ ഹിറ്റാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് സൂര്യ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.